ആലിമീങ്ങൾ ആക്രമിച്ചില്ലേ? എന്തിനു? വെറുതെ ഒരു കാര്യം ഉണ്ടായിട്ടല്ല. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഓർമ്മയുണ്ട്, തരുവൺ അബ്ദുള്ള മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ, അതുപോലെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ എല്ലാം ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒട്ടാകെ പിടിച്ച് വലിച്ചിടാൻ വേണ്ടി വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്തേനു? ഞാൻ ഷാഫി ഇമാമിൻ്റെ ചരിത്രം പറയായിരുന്നു. ഇപ്പം ഇവിടെയും പറയുന്നത് ഞാൻ ഷാഫി ഇമാമിൻ്റെ പദ്യവും. എന്താ പറയുന്നത് നോക്കിയിട്ടൊന്നുമില്ല, ആക്രമിക്കാൻ തീരുമാനിച്ചു വന്ന അങ്ങനല്ലേ, എന്താ പറയുന്നത് നോക്കിയിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ അങ്ങനെ മനുഷ്യന്മാർ ആക്രമിക്കുന്നവരുണ്ടല്ലോ. ഷാഫി ഇമാം തങ്ങൾ പറയാണ്, അക്രമത്തെ ഒരാൾ മദ്ഹബാക്കിയാൽ അവൻ്റെ ആശയം തന്നെ ആക്രമിക്കുക എന്നുള്ളതാണ് ശരിയും തെറ്റും നോക്കലല്ല. അവൻ മോശമായ ബടക്കായ പ്രവൃത്തിയിൽ അക്രമമായി കടന്നു ചെല്ലുകയാണ്. അങ്ങനെ വന്നാൽ നീ അതിന് പകരം ആക്രമിക്കണോ? വേണ്ട. ഫകിൽഹു ഇലാ സർഫിൽ ലയാലി ഫഇന്നഹാ സതദഈ ലഹു മാ ലം യകുൻ ഫീ ഹിസാബിഹി. അക്രമം ചെയ്യുന്നവരെ നീ അതേ നിലക്ക് തിരിച്ചടിക്കാൻ പോകണ്ട. കാരണം ഇവിടെ കാലമിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ വിചാരിക്കാത്ത പലതും അവനെ തേടി വന്നുകൊണ്ടിരിക്കും. അവൻ്റെ മനസ്സിൽ വിചാരിക്കാത്ത പലതും നടക്കും. ഫകം ഖദ് റഅയ്നാ ളാലിമൻ മുതമർനിദാ യറൻ നജ്മ ഫീഹൻ തതളിരി കാബിഹി. ചില അക്രമികൾ അവരാക്രമം മൂത്ത് മൂത്ത് അഹങ്കാരം മൂത്ത് അവരെ ധാരണ സുബ്ഹാനല്ലാഹ് നക്ഷത്രത്തിൻ്റെ ചോടയുള്ള ഭരണാധികാരിയാണ് ഞാനെന്ന് വരെ തോന്നുന്ന വിധത്തിൽ അദ്ദേഹം വല്ലാത്ത അഹങ്കാരിയായി. പക്ഷേ ഫഅമ്മാ ഖലീലിൻ വഹുവ ഫീ ഗഫലാതിഹി അനാഖത് സുറൂഫുൽ ഹാദിസതി ബിബാബിഹി. കാലം കുറച്ച് കഴിയുമ്പോൾ അവൻ അള്ളാഹനെ ഭയപ്പെടാതെ, അള്ളാഹനെ സ്നേഹിക്കാതെ, അള്ളാഹുവിന് അർപ്പിക്കാതെ, അവനതാ നന്നാകണമെന്ന ചിന്തയില്ലാതെ അവൻ്റെ അശ്രദ്ധയിൽ ഇങ്ങനെ പോകുമ്പോൾ അനാഖത്ത് സുറൂഫുൽ ഹാദിസതി ബിബാബിഹി, അവൻ്റെ വാതിൽക്കലതാ മുസീബത്തുകൾ വന്നു ചേരുന്നു. ഫസ്ബഹ ലാ മാലുൻ വലാ ജാഹു യുർതജാ വലാ ഹസനാതുൻ തൽതഖി ഫീ കിതാബിഹി. ചിലപ്പോൾ ആ വലിയ പണക്കാരൻ പൊളിഞ്ഞങ്ങ് തരിപ്പണമാകുന്നു. വലിയ സ്ഥാനമുള്ളവൻ സ്ഥാനം മുഴുവനും പോകുന്നു. അതേ നല്ല കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ കഴിയാതെ അവന് നഷ്ടം സംഭവിക്കുന്നു. വജുസിയ ബിൽഅംരില്ലദീ കാന ഫാഇലാ വസബ്ബ അലൈഹില്ലാഹു സൗതാ അദബിഹി. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഇത് അക്രമങ്ങളുണ്ടല്ലോ, തെറ്റുകളുണ്ടല്ലോ, അതിനൊക്കെ പ്രതിഫലം കിട്ടുകയാണ്. അതേ അദാബിൻ്റെ ചാട്ടവാറ് അവൻ്റെ മേൽ വന്ന് ചൊരിയുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ഭരണം റബ്ബിനല്ലേ. ആ റബ്ബ് മുഴുവൻ രഹസ്യവും പരസ്യവും അറിയുന്നവനല്ലേ. സുബ്ഹാനല്ലാഹ്. നേരത്തെ ചില സംഭവങ്ങളൊക്കെ ലോകത്ത് നടന്നു. ആ സമയത്ത് ആ സംഭവങ്ങൾക്ക് അനുകൂലമായി, അതാ ഒരിക്കലും അനുകൂലമായി നിൽക്കാൻ പാടില്ലാത്തവരനുകൂലമായി നിന്നപ്പോൾ ഇപ്പോൾ സ്വന്തത്തിൽ തന്നെ പലരും അതനുഭവിക്കേണ്ടി വന്നില്ലേ. അങ്ങനെയല്ലേ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും ചെയ്യുന്നത്. അതിനാൽ പറയാനുള്ള വിഷയം എന്താണ്? ഏത് വിഷയം ചെയ്യുമ്പോഴും അല്ലാഹു അത് പൊരുത്തപ്പെടുമോ ഇല്ലേ എന്ന് ചിന്തിക്കണം. എന്ത് സംസാരിക്കുമ്പോഴും അല്ലാഹു പൊരുത്തപ്പെടുമോ ഇല്ലേ എന്ന് ചിന്തിക്കണം. ഏത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും അല്ലാഹു പൊരുത്തപ്പെടുമോ ഇല്ലേ എന്ന് ചിന്തിക്കണം.